സംഭവമാണ്. അപ്പോൾ ഞാൻ ഒരു കൊച്ചിക്കാരൻ, കൽക്കട്ടയിൽ നമ്മൾ കലാസാംസ്കാരിക രംഗത്ത് അക്സെപ്റ്റഡാണ്. ഞാൻ സാക്ഷിയായ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു സംഗതി, അത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ നിന്നുണ്ടായ ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു വലിയ ഒരു സമാധാനമുണ്ട്. അപ്പോൾ പോലീസിന് ഞാൻ ആദ്യമായി മൊഴി കൊടുത്ത കൂട്ടത്തിൽ ആദ്യമായി ഞാൻ ഈ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. കാരണം വെറുതെ ഞാൻ ഒരാളല്ല, ഞാൻ അവിടെ ഒരു കലാസാംസ്കാരിക രംഗത്ത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ആളുകളെ അവിടെ ഉള്ളവരറിയാം. ആ കൂട്ടത്തിലാണ് ഞാൻ ശ്രീലേഖ മിത്രയും അറിയാവുന്നത്. അതിന് ഇടനിലക്കാരനായി നിന്ന എനിക്ക്, കൊച്ചിക്കാരനായ എനിക്ക് ഒരു നാണക്കേടിൻ്റെ അംശം കൂടിയുണ്ട്. ഞാൻ ചെയ്ത സംഗതി അല്ലെങ്കിലും വീട്ടിൽ ഇപ്പോൾ ഓരോ കഥകളും പുറത്തു വരികയാണല്ലോ. മലയാളത്തിലുള്ള ഒരു മഹാനടൻ എത്രയോ നമ്പറുകൾ എത്തിച്ചേർന്നതിന് അത് എത്രയോ നമ്പറുകൾ തികച്ചപ്പോൾ തിരുവനന്തപുരത്ത് 2000 ഒരു ആഘോഷം നടത്തിയെന്ന് ഒരാൾ പറയുന്നുണ്ടായി. അപ്പോൾ ചീത്തപ്പേരുണ്ടാകുന്നത് ഇവരെല്ലാം ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് സിനിമ എന്ന രംഗത്ത് നിൽക്കുന്ന എനിക്ക് കൂടി ഇതിൻ്റെ എന്തോ ഒരു പാപഭാരം പേറേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു സ്ട്രൈക്കിംഗ് ദ എന്താ പറയുക, നമ്മൾ ഇനിയൊരു അവസരം ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, എന്നാൽ മാധ്യമങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇത് ആദ്യം വന്നത് ഒരു ചാനലിൽ അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു മാരത്തോൺ ചർച്ച സംഘടിപ്പിക്കുകയും, അപ്പം ഞാൻ കൽക്കട്ടയിലുണ്ടെങ്കിൽ ആ മാരത്തോൺ ചർച്ചയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ച് ആ ചാനലിൽ എൻ്റെ ചങ്ങാതിയായിട്ടുള്ള ചാനൽ റിപ്പോർട്ടർ എന്നെ വിളിക്കുകയും, അപ്പോൾ ഞാൻ കൽക്കട്ടയിലില്ല, അപ്പോൾ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ 15 കൊല്ലത്തിനേക്ക് മുമ്പേക്ക് എൻ്റെ മനസ്സ് പോയത്. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷ മർദ്ദം എല്ലാവരും അനുഭവിച്ചുകൊണ്ട് പോലെ തന്നെ ഞാനും അനുഭവിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അവരിത് പറയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു നമ്പർ തരാം, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇവിടെ ഒരു 8-9 പേർക്ക് ഇത് അറിയാവുന്നതാണ്, അവരുടെ പേരുമൊക്കെ ഞാൻ പറഞ്ഞു. അത് ഞാൻ പേരിപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാറാണ്. ആ ചാനൽ രാത്രി 10:15 ഇവരുടെ ഇൻ്റർവ്യൂ എടുക്കുകയും പിറ്റേ ദിവസം അത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായില്ല, ഈ സംവിധായകൻ്റെ പേരുണ്ടായില്ല. അപ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത്, വാട്ട് ഈസ് ദിസ് ജോഷിജി, ഐ ഹാവ് നെയിംഡ് ദ പേഴ്സൺ ആൻഡ് ദേ ഹാവ് എഡിറ്റഡ് ഇറ്റ് ഔട്ട്. ദെൻ എഗെയിൻ അവർ പറഞ്ഞു, വാട്ട് ഈസ് ദിസ് ജോഷിജി. അപ്പോൾ ഇങ്ങനെ വീണ്ടും നമുക്ക് ഒരു കുത്തു വരുന്ന ആ നിമിഷമാണ് ഞാൻ പിന്നെ എല്ലാ ചാനലുകളുടെ മുമ്പിൽ വരുന്നതും. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി.